ഇതില് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു കണ്ടന്റ് കിട്ടില്ലേ. എന്ത് ചെയ്യും, രാവിലെ ഇത്ര ആലോചന, എന്ത് ചെയ്യും, പക്ഷെ ഇത്ര ആലോചിച്ചിട്ട് ഒരു കണ്ടന്റ് അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഒന്നും കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ബോധ മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാറില്ല പതിവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒരു ഹെഡിങ് കൊടുത്തേക്കാണ്, എന്താണെന്നറിയോ? നിങ്ങളുടെ മനസ്സിന്റെ ശക്തികളാൽ നിങ്ങളെ സേവിക്കുക. ഇതിന്റെ അടിയിൽ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇതിൽ കൊടുത്താണ് ചില പോയിന്റ്സ് നമുക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. അതെന്താന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതിൽ പല പോയിന്റ്സിലും എനിക്ക് പറഞ്ഞു തരാനുള്ള രീതിയിൽ എനിക്ക് വ്യക്തമാവണില്ല. അപ്പോൾ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കഠിനാധ്വാനത്തിലൂടെയും സ്വന്തം വിയർപ്പൊഴുക്കിയും ധനസമ്പാദനത്തിന് ശ്രമിച്ചുകൊണ്ട് ശ്മശാനത്തിലെ ഏറ്റവും വലിയ ധനികനാകുക എന്നത് ഒരു വഴിയാണ്. നിങ്ങൾ കഠിനാധ്വാനമോ അടിമപ്പണിയോ ചെയ്യേണ്ട. ഈ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് അടിമപ്പണി. അതായത് മരിച്ചു പണിയാണ്, കേട്ടിട്ടില്ലേ? രാവും പകലും ഇല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അവരൊക്കെ ചെയ്യുന്ന മണ്ടത്താണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പുസ്തകം വ്യക്തമായിട്ട് പറയണത്. അപ്പം അതിന് കുറേ മാർഗങ്ങളൊക്കെ ഇതിൽ തന്നെ വ്യക്തമായിട്ട് പറയും. ഈ സാധാരണക്കാരുള്ള ആൾക്കാരില്ലേ, അവരൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിചാരം കഠിനാധ്വാനം എന്ന് പറയുന്നത് ഈ ഫുൾ ടൈം ജോലി ചെയ്യുക, നമ്മുടെ ശരീരം പോലും കളഞ്ഞിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് കഠിനാധ്വാനം എന്നാണ് പല ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ആഗ്രഹിക്കുക, അതിൻ്റെ ഒപ്പം വിശ്വസിക്കുക. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് കിട്ടുമെന്ന് വിശ്വസിക്കുക. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മൾ പരിശ്രമിക്കുക. അതും ഈ ഉറക്കൊളിച്ചിട്ടൊന്നല്ല പരിശ്രമിക്കണം. ചില ആൾക്കാർ അന്ധമായിട്ടുള്ള ഒരു വിശ്വാസമാണ്, ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും പാടില്ല, ഒരുപാട് പൈസ ഉള്ളത് നല്ലതല്ല എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ നല്ല ഒരു ആഗ്രഹിച്ചിട്ട് അതിൽ കൂടെ പൈസ വരിക അല്ലെങ്കിൽ പൈസ ഉണ്ടാവാന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. പൈസ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് നമുക്കൊരു നഷ്ടങ്ങളും വരാനില്ല. ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. എന്തിനാണ് അങ്ങനെ പേടിക്കേണ്ട കാര്യം? പൈസ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമേ അല്ല. സെക്കൻഡ് പോയിന്റ് നോക്കിയാലോ. സമ്പത്ത് ഉപബോധ മനസ്സിൽ ഉറച്ച വിശ്വാസമാകുന്നു. മാനസികമായി സമ്പത്തിന്റെ ആശയം സൃഷ്ടിക്കുക. അതായത് നമുക്ക് എത്ര പൈസ വേണം, നമ്മൾ ഏത് ലെവലിൽ എത്തിപ്പെടണം എന്ന് നമ്മൾ മാനസികമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമുക്ക് എന്തെല്ലാം വേണം, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം നേടിയെടുക്കണം എന്നൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി ആഗ്രഹിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ കഠിനാധ്വാനമല്ല, രാവും പകലും നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള ജോലിയല്ല എന്ന് ഞാൻ വീണ്ടും പറയണു. പിന്നെ ഇത് കേട്ടിട്ട് എന്നെ തെറി വിളിക്കാനും എന്റെ കമന്റ് ബോക്സിൽ നെഗറ്റീവ് അടിക്കാനും നിൽക്കരുത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇതൊക്കെ നമ്മുടെ ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. തേർഡ് വൺ നോക്കിയാലോ. കൂടുതൽ ആളുകൾക്കുമുള്ള ബുദ്ധിമുട്ട് അവർക്ക് അദൃശ്യമായ സഹായമാർഗം ഇല്ല എന്നതാണ്. അതായത് നമ്മൾ പലതും കേൾക്കുന്നു, പലതും കാണുന്നു, പക്ഷെ അത് എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്ന് നമുക്കറിയില്ല. ഒരാൾ പറഞ്ഞു തന്നാലും അത് എത്രത്തോളം നമ്മുടെ തലയിൽ കയറും അല്ലേ? അത് ഒരാൾ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ തന്നെ ചോദിക്കാനുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതായത് ഒരു ആഗ്രഹം അത് സെറ്റ് ചെയ്യുക. അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് പരിശ്രമിക്കുക, ഉറച്ച് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മൂന്നും, പരിശ്രമം, ഉറച്ച വിശ്വാസം, പ്രാർത്ഥന, ഇത് മൂന്നുണ്ടെങ്കിൽ ആ കാര്യം നടക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യാം. ഫോർത്ത് വൺ നോക്കിയാലോ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യാം. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് നേരം ശാന്തമായി സാവധാനമായി സമ്പത്ത് എന്ന വാക്ക് പല പ്രാവശ്യം ഉരുവിടുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് സമ്പത്ത് നിങ്ങളുടെ ജീവിതാനുഭവമാക്കി നടപ്പിലാക്കി തരും. ഇത് നമുക്ക് ചെയ്തു നോക്കുന്ന കാര്യമല്ലേ? അതായത് നിങ്ങൾ വൈകുന്നേരം ഉറങ്ങുന്നതിന്, നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള ആ കുറച്ച് നിമിഷങ്ങളും രാവിലെ ഉണർന്നു കഴിഞ്ഞ് ആ ഒരു കുറച്ച് നിമിഷങ്ങളും നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾ ഒരു 5-10 വട്ടം പറയാം. ഉറക്കം പറഞ്ഞില്ലല്ലോ, മനസ്സിലാണെങ്കിലും പറയാം. അത് നടക്കാൻ ചാൻസ് കൂടുതലാണെന്നാണ് പല വീഡിയോസ് ഞാൻ കണ്ടതിലൊക്കെ അവർ അങ്ങനെയാണ് പറയണത്. ഈ ബുക്കിലും അത് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു വേർഡ്സ് മാത്രമല്ല, കുറേ ടൈംസ് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാൻ എളുപ്പമുള്ള ഒരു വഴിയല്ലേ? അപ്പോൾ പറ്റുന്ന ആൾക്കാർ ചെയ്യാം. ഫിഫ്ത്ത് വൺ നോക്കിയാലോ. ധനികനാണെന്ന ബോധം ധനത്തെ സൃഷ്ടിക്കുന്നു. ആ ആശയം എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. കാരണം ഒരുപാട് സ്വത്തും ഒരുപാട് സ്ഥലവും എല്ലാം ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും, പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും പറയും ഒന്നുമില്ല. അതായത്
ഇത് പറഞ്ഞ് നടക്കാണ്. അവർ സംസാരിക്കുമ്പോൾ ഒരു എത്ര വട്ടം തന്നെ അവരെ വായന ഇല്ല 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 എന്ന് വരുന്ന അവർക്ക് തന്നെ പറയാൻ പറ്റില്ല. മനസ്സിലെങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ ഒന്നും ഇല്ലാത്ത ആളാണെന്ന്. പിന്നെ എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുക? നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതേ നമുക്ക് കിട്ടുള്ളൂ. നമ്മളൊരു ഇല്ലാത്തവനാണെന്ന് നമ്മൾക്ക് തന്നെ തോന്നിയാൽ അതേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഉള്ളതും കൂടെ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താ ഉള്ളത് അതിൽ നിങ്ങൾ ഹാപ്പി ആവുക. നിങ്ങൾ റിച്ചാണ് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ആം റിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ റിച്ചായിട്ട് ചിന്തിക്കുക, റിച്ചായിട്ട് നടക്കാൻ നോക്കുക. എല്ലാത്തിലും ഒരു പൈസ ഉള്ള ആൾക്കാരുടെ ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അതിലേക്ക് മാറിക്കോളും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇല്ലേ ഇല്ലേ ഇല്ല എന്നുള്ള വർത്താനം നിർത്തുക. പലരും പ്രാർത്ഥിക്കുമ്പോൾ പറയും എൻ്റെ ദാരിദ്ര്യം മാറ്റി തരണേ, എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥന തന്നെ നടത്തുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ പറയും എനിക്ക് ഈ ജോലി ചെയ്യാനായിട്ട് സാധിക്കണേ ദൈവമേ. ഇപ്പോൾ വീട്ടു ജോലി ചെയ്യുന്നൊരു ചേച്ചിയാണെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് വീട്ടു ജോലി ചെയ്യാനായിട്ട് സാധിക്കണേ ദൈവമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുക. അപ്പം എങ്ങനെയാണ് അവർക്ക് ജീവിതകാലം മുഴുവൻ വീട്ടു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും. എനിക്കിതിനേക്കാളും ഉയർന്നൊരു ജോലി തരണം ദൈവമേ, തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളങ്ങനെ തന്നു എന്ന് ഫീൽ ചെയ്യാം. അപ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് നമ്മൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ ജീവിതം മാറുക എന്നുള്ളത്. അതിന് നമ്മൾ കുറച്ചൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. നോക്കിയാലോ, നിങ്ങളുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും യോജിക്കണം. നിങ്ങൾക്ക് സത്യമാണെന്ന ബോധം ഉണ്ടാകുന്നതിനെ നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. പ്രബലമായ ആശയം എല്ലായ്പ്പോഴും ഉപബോധ മനസ്സിനാൽ സ്വീകരിക്കപ്പെടുന്നു. പ്രബലമായ ആശയം സമ്പത്തായിരിക്കണം, ദാരിദ്ര്യമല്ല. ഇത് ഞാൻ തൊട്ടു മുൻപ് പറഞ്ഞത് തന്നെയാണ്. നമ്മൾ സമ്പത്തിനെ ആയിരിക്കണം വിളിച്ചു വരുത്തേണ്ടത്, നമ്മളല്ല ദാരിദ്ര്യത്തിനല്ല വിളിച്ചു വരുത്തേണ്ടത്. ഇപ്പോഴും പല ആൾക്കാരും ദാരിദ്ര്യത്തിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതന്നെ കിട്ടുള്ളൂ, ഒരു രീതിയിലും മാറ്റം വരില്ല. അതുകൊണ്ട് ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ നോക്കുക. എവിടെ നോക്കിയാലും എപ്പോഴും നിങ്ങൾ റിച്ച് ആണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റിച്ച് ആയിക്കോളും. തുടർച്ചയായിട്ട് ഈ ഒരു ആശയം നിങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ധനപരമായിട്ടുള്ള മാനസിക സംഘർഷത്തെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു ബുക്കിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ പറയാനാണ് ഈ ബുക്കിൽ പറയുന്നത്. അതായത് ഞാൻ പകലും രാത്രിയും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഭിവൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെതുമായ ആശയങ്ങൾ മനസ്സിൽ നിക്ഷേപിക്കുക. അത് പിന്നീട് നിങ്ങൾക്ക് കൂട്ടുപലിശ നൽകുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഈ ഒരു ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ബോധപൂർവ്വം നിങ്ങൾ റിച്ച് ആണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അത് നിരസിക്കരുത്. എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ റിച്ചാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അത് നിരസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും പണ്ടത്തെ അവസ്ഥയിലേക്ക് തന്നെ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലൊരു മാറ്റം ചെയ്തിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പണ്ടത്തെ പോലെ ദാരിദ്ര്യത്തിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടത്തേക്കാൾ മോശം അവസ്ഥയ്ക്ക് പോകുന്നതാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യമാണ് മറ്റുള്ളവരോടുള്ള വിരോധം, അതുപോലെ അസൂയ. ഇതൊക്കെ പണത്തിന്റെ വരവിനെ തടസ്സപ്പെടുത്തും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആരോടും ഒരു വിദ്വേഷ ദേഷ്യം വെക്കാതെ എല്ലാവരോടും നന്നായി പെരുമാറുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മണി എവിടെയെങ്കിലും തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വരാനുള്ള പൈസ പോലും ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ മോശമായിട്ട് പറയുന്നതിലൂടെ തടസ്സപ്പെട്ട് നിൽക്കും. അതുകൊണ്ട് എല്ലാവരോടും നല്ല സ്നേഹത്തോടെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെ പറ്റി മോശമായിട്ട് പറയാതിരിക്കുക, അവരെ മാറിപ്പോവുക, അവരെ പറ്റി കുറ്റം പറയാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൈസ വരാനുള്ള എല്ലാ വഴികളും അടയുന്നതാണ് ഈ ഇതിൽ പറയുന്നത്. നമ്മുടെ തലച്ചോറ്, മനസ്സ്, ഇതിനെല്ലാം ഭയങ്കരമായിട്ടുള്ള ശക്തികളുണ്ട്, കഴിവുകളുണ്ട്. ഇത് വിചാരിച്ചിട്ട് ഈ ലോകത്തുള്ള എന്തും നമുക്ക് വെട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് പോലും കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പല കാരണങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത്. ഈ ബുക്കിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിന്റെ ശക്തി എന്നത് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. എല്ലാവരും ഒരു വട്ടെങ്കിലും ഈ ഒരു പുസ്തകം വാങ്ങി വായിക്കേണ്ടത് അത്ര അത്യാവശ്യമാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ ഏത് രീതിയിലുള്ള ഡിപ്രഷൻ, നമുക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ, എന്തും മറികടക്കാനായിട്ട് ഈ പുസ്തകം നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും പറ്റുന്ന ആൾക്കാരെല്ലാം ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കുക. 360 രൂപയായിട്ട് വില. പിന്നെ 2-3 ദിവസമായിട്ട് നമ്മുടെ വീഡിയോസിന് ക്വാളിറ്റി കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക്സ് യു. ഹരേ കൃഷ്ണ, ടാറ്റ.